കുഴൽപ്പണ കേസിൽ തുടരന്വേഷണത്തിന് കോടതി അനുമതി. 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കണമെന്ന് ഇരിങ്ങാലക്കുട അഡീഷണൽ സെഷൻസ് കോടതി. അന്വേഷണം തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ. വെളിപ്പെടുത്തലിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് തിരൂർ സതീഷ്. തൃശൂർ പൂരം സംബന്ധിച്ച ആശങ്കകൾ പരിഹരിക്കുന്നതിനായി കോർപ്പറേഷൻ പ്രത്യേക കൌൺസിൽ യോഗം വിളിക്കണമെന്ന് കോൺഗ്രസും ബിജെപിയും. അടിയന്തരമായി പ്രത്യേക കൌൺസിൽ യോഗം വിളിച്ചു ചേർക്കുമെന്ന് മേയർ MK വർഗീസ്. കടങ്ങോട് പാറപ്പുറത്ത് പേപ്പട്ടിയുടെ ആക്രമണം. ആക്രമിക്കാൻ ശ്രമിച്ച പേപ്പട്ടിയുടെ മുന്നിൽ നിന്നും വിദ്യാർത്ഥിയെ ഓടി രക്ഷപ്പെട്ടു. ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ തദ്ദേശ തെരഞ്ഞെടുപ്പിനൊരുങ്ങി മുന്നണികൾ. വാർഡ് വിഭജനം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന ആരോപണവുമായി കോൺഗ്രസ്. ജില്ലയിൽ കടന്നൽ കുത്തേൽക്കുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്നു. കടന്നൽ ആക്രമണത്തിനിരയാവുന്നവരിൽ അധികവും കർഷകരും തൊഴിലുറപ്പ് തൊഴിലാളികളും. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിന് താഴെ സൗന്ദര്യവൽക്കരണം നടത്തുമെന്ന പ്രഖ്യാപനം പാഴ്വാക്കായി. മേൽപ്പാലത്തിന് കീഴെ താവളമാക്കി നാടോടികൾ. വാർത്തകൾ വിശദമായി. കൊടകര കുഴൽപ്പണ കേസിൽ തുടരന്വേഷണത്തിന് കോടതി അനുമതി. ഇരിങ്ങാലക്കുട അഡീഷണൽ സെഷൻസ് കോടതിയാണ് അനുമതി നൽകിയത്. 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കണമെന്ന് കോടതി. BJP മുൻ ഓഫീസ് സെക്രട്ടറിയായിരുന്ന തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് തുടരന്വേഷണത്തിന് കോടതി അനുമതി നൽകിയത്. കേസിൽ തുടരന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ ഉത്തരവിടുകയും അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും ചെയ്തിരുന്നു. കൊച്ചിൻ DCP K സുദർശന്റെ നേതൃത്വത്തിലുള്ള 8-അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുക. നേരത്തെ പോലീസിലെ പ്രത്യേക സംഘം കേസ് അന്വേഷിച്ച് റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയിരുന്നു. എന്നാൽ സതീഷിന്റെ ആരോപണം ഉയർന്നതിന് പിന്നാലെയാണ് പുനരന്വേഷണത്തിന് വഴിതെളിഞ്ഞത്. കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് താൻ നടത്തിയ വെളിപ്പെടുത്തലിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് മാധ്യമങ്ങളോട് പറഞ്ഞു. അന്വേഷണ സംഘത്തിന് തന്റെ കയ്യിലുള്ള എല്ലാ തെളിവുകളും കൈമാറും. അന്ന് താൻ ഓഫീസ് സെക്രട്ടറി ആയിരുന്നതുകൊണ്ടാണ് അവർ പറഞ്ഞ പ്രകാരം മൊഴി നൽകിയത്. ഇനി താൻ പറയാനുള്ളത് പറയും. ഒത്തുതീർപ്പിന് ആളുകൾ വന്നുവെങ്കിലും താൻ അവരെ പറഞ്ഞയച്ചുവെന്നും തിരൂർ സതീഷ് പറഞ്ഞു. അതായത് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തും. ഞാനിപ്പോൾ ഈ പറയുമ്പോഴും അതായത് ഒരു കാര്യം ഒരു സത്യം ഒരാൾ പറയുമ്പോഴും ഒരാൾ നുണ പറയണതും പൊതുജനങ്ങൾക്ക് കേട്ടാൽ മനസ്സിലായ. പിന്നെ ഇതൊരു ചെറിയൊരു കാര്യമല്ല, ഇത് രാജ്യദ്രോഹ കുറ്റമായിട്ടുള്ള കാര്യമാണിത്. ആ കാര്യത്തിനെ കുറിച്ച് ഞാൻ ഇത്രയും നാളും അവിടെ ജോലി ചെയ്യുന്ന ഒരാളായ കാരണം കൊണ്ട് ഞാൻ അതിനെക്കുറിച്ചിട്ട് പാർട്ടിയുടെ ആളുകളെ പറഞ്ഞ കാരണം കൊണ്ട് ഞാൻ അതിനെക്കുറിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല. ഇപ്പം എനിക്കത് ഞാൻ പറഞ്ഞു സ്വയമായിട്ട്. ഈ താങ്കൾ വെളിപ്പെടുത്തൽ നടത്തിയതിനു ശേഷം പാർട്ടിയിൽ ആരെങ്കിലും വിളിച്ച് ഇക്കാര്യത്തിലെ കാര്യങ്ങൾ ചോദിച്ചിരുന്നു? ഇല്ലില്ല, എന്നെ ആരും ഞാൻ അതല്ല പറഞ്ഞത്. എന്നെ ചോദിക്കണമെങ്കിൽ എന്നെ ഇനി കൂടുതൽ കാര്യങ്ങൾ പറയരുത് എന്ന് പറയാനായിരിക്കണം എന്നോട് വിളിക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, എന്നെ ഒരു പണമായാലും പവറായാലും ഞാനായാലും സ്വാധീനിക്കാനല്ല ഇതിന്റെ എന്താ ഇല്ല, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇല്ല അങ്ങനെ വിളിച്ചിട്ടില്ല. ഒന്നാമത് ഇതിന്റെ കാര്യങ്ങൾ ഈ സംഭവം നടന്നപ്പോൾ തന്നെ പല നേതാക്കന്മാരും എന്നോട് ചോദിച്ചപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഞാൻ ആ സമയത്ത് തന്നെ എനിക്കറിയാവുന്നത് മനസ്സിൽ സൂക്ഷിക്കുന്ന ആളുകളോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാനിതിങ്ങനെ പറയാനുള്ള സാഹചര്യം ഇത് എന്നെ പ്രകോപിപ്പിച്ചിട്ട് പറഞ്ഞതാണ് ഞാൻ. കാരണം തൃശൂർ പൂരം സംബന്ധിച്ച ആശങ്കകൾ പരിഹരിക്കുന്നതിനായി പ്രത്യേക കൌൺസിൽ യോഗം വിളിക്കണമെന്ന് തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ ആവശ്യപ്പെട്ട് പ്രതിപക്ഷവും BJPയും. തൃശൂർ പൂരം പ്രതിസന്ധി ചർച്ച ചെയ്യാൻ പ്രത്യേക കൌൺസിൽ യോഗം അടിയന്തരമായി വിളിച്ചു ചേർക്കുമെന്ന് മേയർ MK വർഗീസ് അറിയിച്ചു. ഹൈക്കോടതി വിധികളിലും കേന്ദ്ര നിയമങ്ങളിലും പെട്ട് തൃശൂർ പൂരം പ്രതിസന്ധിയിലായ സാഹചര്യത്തിൽ ശക്തമായി ഇടപെട്ട് ഇതിനൊരു പരിഹാരം കാണണമെന്ന് ജോൺ ഡാനിയൽ, N പ്രസാദ് അടക്കമുള്ള കൌൺസിലർമാർ യോഗത്തിൽ ഉന്നയിച്ചു. തൃശൂർ പൂരം സംബന്ധിച്ച് പ്രത്യേക കൌൺസിൽ യോഗം അടിയന്തരമായി വിളിച്ചു ചേർക്കുമെന്ന് മേയർ MK വർഗീസ് പറഞ്ഞു. തൃശൂർ പൂരത്തിന് അതിന് തന്നെയാണ് ഒന്നാം സ്ഥാനം. കാലങ്ങളായി വളരെ ഭംഗിയായി നടത്തിവരികയും അതിന് യാതൊരു തരത്തിലുള്ള കുഴപ്പങ്ങളില്ലാതെ അത് ഏതൊക്കെ തരത്തിൽ പ്രൗഢിയോട് കൂടി നിലനിർത്തിക്കൊണ്ട് വലിയ ആഹ്ലാദത്തോടെ നടക്കുന്ന ഒരു സംരംഭമാണ്. അതിന് ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, ഒറ്റക്കെട്ടായി തൃശ്ശൂരിൽ നടത്തുന്ന ഒരു സംരംഭമാണ്. ആ സംരംഭത്തിനെ കുറിച്ച് ഏത് പ്രവർത്തന രംഗത്ത് അതിന് അപാകതകൾ ഉണ്ടായാലും ആ അപാകതകൾ ചൂണ്ടിക്കാട്ടി അതിന് നേർവഴിക്ക് നയിക്കേണ്ട അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് തൃശ്ശൂർ കോർപ്പറേഷനും അങ്ങനെ കൗൺസിലിൻ്റെ ഒറ്റ ശബ്ദമായി വന്ന
ഒരു സബ്ജക്റ്റാണ് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഒരു യോഗം അടിയന്തരമായി വിളിച്ചു ചേർക്കുകയും ചർച്ച ചെയ്യാൻ നാം തീരുമാനിക്കുക. തൃശൂർ കൂർക്കഞ്ചേരി റോഡ് നിർമ്മാണം അശാസ്ത്രീയമായാണ് നടക്കുന്നതെന്നും നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്നും പരസ്യ ബോർഡുകൾ അനധികൃതമായി ഇവിടെ സ്ഥാപിച്ചതായും പ്രതിപക്ഷ കൗൺസിലർമാരായ മുകേഷ് കൂളപ്പറമ്പിലും ജയപ്രകാശ് പൂവത്തിങ്കിലും പറഞ്ഞു. പുലിക്കളി കഴിഞ്ഞ് 71 ദിവസം കഴിഞ്ഞിട്ടും 1.5 ലക്ഷം രൂപയുടെ ധനസഹായം കോർപ്പറേഷൻ നൽകിയില്ലെന്നും ഇത് ഭരണസമിതിയുടെ വീഴ്ചയാണെന്നും കുമ്മാട്ടി സംഘങ്ങൾക്കും ഒരു തുകയും നൽകിയിട്ടില്ലെന്നും കൗൺസിലർ NA ഗോപകുമാർ ആരോപിച്ചു. രൂക്ഷമായ തെരുവുനായ ശല്യത്തിന് പരിഹാരം വേണം. റോഡുകളിൽ മാഞ്ഞുപോയ സീബ്ര ലൈൻ വരയ്ക്കുന്നതിന് നടപടിയെടുക്കണം. കുറുക്കന്മാരുടെ ശല്യത്തിന് പരിഹാരം വേണം. കുടിവെള്ള പൈപ്പുകളിൽ കലങ്ങിയ വെള്ളം വരുന്നതിന് പരിഹാരം വേണം. വഴിവിളക്കുകൾ കത്തിക്കണം. സ്ട്രീറ്റ് ലൈബ്രറിയിൽ കൊടികൾ വച്ചത് എടുത്തുമാറ്റി നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കണം തുടങ്ങിയ ആവശ്യങ്ങളും യോഗത്തിൽ കൗൺസിലർമാർ ഉന്നയിച്ചു. TC വിനോസ്, തൃശൂർ. ക്ഷേത്ര ഉത്സവങ്ങളും ആഘോഷങ്ങളും നടത്തുന്നതിലുള്ള നിയമ തടസ്സം ഒഴിവാക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെട്ട് നിയമ ഭേദഗതി വരുത്തണമെന്ന് ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെട്ടു. ഉത്സവങ്ങൾ നടത്തുന്ന ക്ഷേത്ര സമിതി ഭാരവാഹികൾ ക്രിമിനൽ കേസിൽ പ്രതിയാകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഉത്സവങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുള്ള കോടതിയുടെ ഇടപെടൽ ജുഡീഷ്യറിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുന്നു. ക്ഷേത്രോത്സവങ്ങളുടെ സുഗമമായ നടത്തിപ്പിന് സംസ്ഥാന സർക്കാർ നടപടിയെടുക്കാത്ത പക്ഷം ജനകീയ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി P. സുധാകരൻ പ്രസ്താവനയിൽ പറഞ്ഞു. കടങ്ങോട് പാറപ്പുറത്ത് പേപ്പട്ടിയുടെ ആക്രമണം. ഇന്നലെ വൈകിട്ടാണ് തെരുവുനായ പേയുടെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയത്. ഇന്ന് രാവിലെ വഴിയാത്രക്കാരെ ആക്രമിക്കാൻ ശ്രമിച്ച പേപ്പട്ടി സ്കൂൾ വിദ്യാർത്ഥിനിയെ കടിച്ചു. എന്നാൽ കുട്ടിയുടെ വസ്ത്രത്തിലാണ് കടിയേറ്റത്. കുട്ടി ഓടി രക്ഷപ്പെട്ടു. വഴിയോര കച്ചവടത്തിനെത്തിയ ഒരാളെയും വീടുകളിലെ വളർത്തുമൃഗങ്ങളെയും തെരുവുനായകളെയും പേപ്പട്ടി കടിച്ചിട്ടുണ്ട്. പേപ്പട്ടിയെ പിന്നീട് ഡോഗ് റെസ്ക്യൂ ക്യാച്ചർ ബൈജുവിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ പിടികൂടി. 1.5 മാസം മുൻപ് പേ പിടിച്ച മറ്റൊരു നായ സ്കൂൾ വിദ്യാർത്ഥി ഉൾപ്പെടെയുള്ളവരെ കടിച്ചിരുന്നു. ഇതിന്റെ കടിയേറ്റ മറ്റു ചില നായ്ക്കളും അടുത്തിടെ പേ പിടിച്ചു ചത്തിരുന്നു. എത്രയും പെട്ടെന്ന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് പഞ്ചായത്ത് അംഗം അഭിലാഷ് കടങ്ങോട് പറഞ്ഞു. പ്രശ്നം തുടങ്ങിയിട്ട് ഇവിടെ 1.5 മാസമായി. ഇപ്പോൾ ഇവിടെ കുട്ടികൾക്ക് അംഗൻവാടിയിലെ കുട്ടികൾക്ക് പോലും അവിടേക്ക് പോകാനോ സ്കൂളുകളിലേക്ക് പോകാനോ പറ്റാത്ത സാഹചര്യമുണ്ട്. കുട്ടികളെ ബൈക്കിൽ പോലും അവരെ കൊണ്ടാക്കാൻ പറ്റാത്ത സാഹചര്യം 2 ദിവസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത്. ഈ പട്ടി പേളകിയിട്ടുള്ള പട്ടി ബൈക്കിൽ പോകുന്ന ആളുകളെ പോലും പോയി കടിക്കാൻ ചെല്ലുമായിരുന്നു. 2 ദിവസമായിട്ടുള്ള ഭയങ്കര പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. ഇത് പഞ്ചായത്തിൽ വ്യാപകമായിട്ട് എല്ലാ മേഖലയിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇതിന് ശാശ്വത പരിഹാരം കാണാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. പേളകിയിട്ട് ആടുകളെയും അതുപോലെ തന്നെ ആളുകളെ കടിച്ചതിന് ശേഷമാണ് ഈ തെരുവ് പട്ടികളെ പിടിക്കാനോ അല്ലെങ്കിൽ മറ്റു സാഹചര്യം ഉണ്ടാവുന്നത്. ഇത് വ്യാപകമായി കുറേ കാലങ്ങളായിട്ട് ഈ പഞ്ചായത്തിലെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ തദ്ദേശ തെരഞ്ഞെടുപ്പിനൊരുങ്ങി മുന്നണികൾ. വയനാട്, പാലക്കാട്, ചേലക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ ആരവം ഒടുങ്ങും മുൻപായാണ് അടുത്ത തെരഞ്ഞെടുപ്പിനായി മുന്നണികൾ ഒരുക്കങ്ങൾ ആരംഭിച്ചത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് 1 വർഷം മാത്രമാണുള്ളത്. ചേലക്കരയിലെ വിജയത്തിന്റെ ആത്മവിശ്വാസമാണ് ഇടതുമുന്നണി ക്യാമ്പിനുള്ളത്. വികസന പ്രശ്നങ്ങളെയും സംസ്ഥാന സർക്കാരിന്റെ ഭരണപരാജയവും ചൂണ്ടിക്കാട്ടിയാണ് UDF കളത്തിലുള്ളത്. തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന്റെ തുടർച്ചയുണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് BJP. ഇതേസമയം വാർഡ് വിഭജനത്തിലെ കരട് വിജ്ഞാപനമിറങ്ങിയതിന് ശേഷം നിരവധി എതിർപ്പുകൾ ഉയർന്നിട്ടുണ്ട്. വാർഡ് വിഭജനം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന ആരോപണം കോൺഗ്രസ് ഉയർത്തിയിട്ടുണ്ട്. ജില്ലയിൽ കടന്നൽ കുത്തേൽക്കുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്നു. കടന്നൽ ആക്രമണത്തിനിരയാവുന്നവരിൽ അധികവും കർഷകരും തൊഴിലുറപ്പ് തൊഴിലാളികളും. കടന്നൽ ആക്രമണത്തിൽ പരിക്കേൽക്കുന്ന സംഭവങ്ങൾ സമീപനാളുകളിൽ വർദ്ധിക്കുകയാണ്. കൂടുതലും കർഷകർക്കും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുമാണ് കടന്നൽ ആക്രമണത്തിൽ പരിക്കേൽക്കുന്നത്. വനമേഖലയോട് ചേർന്നുള്ള ഇടങ്ങളിലാണ് കടന്നൽ ആക്രമണം കൂടുതലും. ഗുരുതരമായി പരിക്കേൽക്കുക മാത്രമല്ല, ജീവൻ നഷ്ടപ്പെടുന്ന സംഭവങ്ങളും ഏറെയാണ്. ഈ വർഷം മാത്രം സംസ്ഥാനത്ത് 11 പേർ കടന്നൽ കുത്തേറ്റ് മരിച്ചതായി വനം വകുപ്പിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഈ വർഷം പാമ്പുകടിയേറ്റുള്ള മരണങ്ങൾ 22 പാമ്പുകടിയേറ്റുള്ള മരണങ്ങൾ കഴിഞ്ഞാൽ ജീവികളുടെ ആക്രമണത്തിൽ മരിക്കുന്നവരുടെ എണ്ണത്തിൽ തേനീച്ച കടന്നൽ ആക്രമണം 2ാം സ്ഥാനത്താണ്. കാട്ടാന ആക്രമണത്തിൽ 4 പേരും കാട്ടുപന്നി ആക്രമണത്തിൽ 6 പേരുമാണ് ഈ വർഷം സംസ്ഥാനത്ത് മരിച്ചത്. കടന്നൽ കുത്തേറ്റ് മരിക്കുന്നവരുടെ ആശ്രിതർക്ക് വനംവകുപ്പ് നഷ്ടപരിഹാരം നൽകുന്നുണ്ട്. വന്യജീവികളുടെ ആക്രമണത്തിൽ ജീവഹാനി സംഭവിച്ചാൽ 10 ലക്ഷം രൂപയാണ് നൽകുന്നത്. ഈ തുകയാണ് തേനീച്ച കടന്നൽ ആക്രമണത്തിൽ മരിക്കുന്നവരുടെ ആശ്രിതർക്കും നൽകുക. TCV ന്യൂസ്, തൃശൂർ.
ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിന് താഴെ സൗന്ദര്യവൽക്കരണം നടത്തുമെന്ന പ്രഖ്യാപനം പാഴ്വാക്കായി. മേൽപ്പാലത്തിന് താഴ്ഭാഗം നാടോടികൾ താവളമാക്കി. കഴിഞ്ഞ നവംബർ 14-നാണ് മേൽപ്പാലത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. അന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പ്രഖ്യാപിച്ച മേൽപ്പാലത്തിന് താഴെയുള്ള സൗന്ദര്യവൽക്കരണം 1 വർഷം കഴിഞ്ഞിട്ടും എങ്ങുമെത്തിയില്ല. ഓപ്പൺ ജിം, ഫുഡ് സ്ട്രീറ്റ് എന്നിവ നിർമ്മിക്കുമെന്നായിരുന്നു മന്ത്രി അറിയിച്ചത്. ഇതിനായി MLA ഫണ്ടിൽ നിന്ന് 20 ലക്ഷം രൂപ അനുവദിക്കുമെന്ന് NK അക്ബർ MLAയും അറിയിച്ചിരുന്നു. സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി മേൽപ്പാലത്തിന് താഴെ ടൈൽ വിരിച്ചിട്ടുണ്ട്. പാലത്തിന് താഴെ സാമൂഹ്യവിരുദ്ധരുടെ താവളമാകാതിരിക്കാൻ ഇരുമ്പ് ഷീറ്റ് ഉപയോഗിച്ച് മറയ്ക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും നടന്നിട്ടില്ല. ഇപ്പോൾ മേൽപ്പാലത്തിന് താഴ്ഭാഗം ഉത്തരേന്ത്യൻ നാടോടികൾ കൈയടക്കിയിരിക്കുകയാണ്. തെരുവോരങ്ങളുടെ പ്രതീതിയിലാണ് നൂറുകണക്കിന് നാടോടികൾ പാലത്തിന് താഴെ തമ്പടിച്ചിരിക്കുന്നത്. ഇവർ ഭക്ഷണം പാകം ചെയ്യുന്നതും പ്രാഥമിക കൃത്യം നിർവഹിക്കുന്നതും പാലത്തിന് താഴെയാണ്. പരിസരത്ത് മലിനജലം കെട്ടിക്കിടക്കുന്നത് മൂലം പ്രദേശത്തെ വ്യാപാരികൾ പകർച്ചവ്യാധി ഭീഷണിയിലാണ്. ഈ സ്ഥിതി തുടർന്നാൽ ശക്തമായ സമരപരിപാടികളുമായി രംഗത്തിറങ്ങുമെന്ന് വ്യാപാരികൾ പറഞ്ഞു. ടൈൽ വിരിച്ച് മനോഹരമാക്കിയ ഈ റെയിൽവേ ഗേറ്റിന്റെ പടിഞ്ഞാറ് ഭാഗമാണ് ഈ കാണുന്നത്. ഈ ടൈൽ വിരിച്ചതിന് മുകളിൽ തന്നെയാണ് അവരുടെ പാചകം ചെയ്യലും അതുപോലെ തന്നെ അവരുടെ മലമൂത്ര വിസർജനം എല്ലാം ഇവിടെ തന്നെയാണ് നടക്കുന്നത്. ഗുരുവായൂർ നഗരസഭ അധികൃതർ വന്ന് ഇവിടെ പരിശോധിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവിടെ വന്ന് ജനങ്ങൾക്ക് നേരിട്ട് വന്ന് ബോധ്യപ്പെടാവുന്നതാണ്. ഇതിനോട് ചേർന്ന് കിടക്കുന്ന പറമ്പുകളിലെല്ലാം വെളിയുടെ വിസർജനം നടന്നുകൊണ്ടിരിക്കുന്നു. മലിനജലം കെട്ടിക്കെടുക്കുന്നു. ശക്തമായ പരിശോധനകളുമായി ഞങ്ങൾ മുന്നിട്ടിറങ്ങുമെന്ന് എല്ലാ അധികാരികളോടും ഞങ്ങളൊരു മുന്നറിയിപ്പ് നൽകുകയാണ്. പകൽ സമയത്ത് ജോലിക്ക് പോയി രാത്രി പാലത്തിന് താഴെ ഉറങ്ങാനെത്തുന്നവരും പകൽ സമയം മുഴുവൻ പാലത്തിന് താഴെ വിശ്രമിച്ച് രാത്രി നഗരത്തിൽ ഉറങ്ങാൻ വരുന്നവരുമുണ്ട്. ഇവർ പലപ്പോഴും മദ്യപിച്ച് വഴക്കടിക്കുന്നത് പാലത്തിന് താഴെയുള്ള പതിവ് കാഴ്ചയാണ്. ഇതിന് അറുതി വരുത്താൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ഗുരുവായൂർ. ഭക്ഷണം നൽകാനെത്തിയ ബാലികയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചയാൾക്ക് 12 കൊല്ലം കഠിന തടവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കുറുമ്പിലാവ് മാട്ടുമ്മൽ പട്ടത്ത് വീട്ടിൽ ബ്ലസിയെയാണ് തൃശൂർ 1-ാം അതിവേഗ പോക്സോ വിചാരണ കോടതി ശിക്ഷിച്ചത്. 2020-ലാണ് കേസിനാസ്പദമായ സംഭവം. അമ്മൂമ്മയുടെ നിർദ്ദേശപ്രകാരം പ്രതിക്ക് ഭക്ഷണവുമായി ചെന്ന കുഞ്ഞിനെയാണ് ഇയാൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. കുഞ്ഞിനോടൊപ്പമുണ്ടായിരുന്ന സഹോദരി പ്രതിയെ തള്ളിമാറ്റി കുഞ്ഞുമായി ഓടി രക്ഷപ്പെടുകയായിരുന്നു. ചേർപ്പ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്, അന്വേഷണം നടത്തിയത്. ജാമ്യത്തിലിറങ്ങിയ പ്രതി മറ്റൊരു പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിഞ്ഞു വരികയാണ്. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ ലിജി മധു, അഡ്വക്കേറ്റ് PR ശിവ എന്നിവർ കോടതിയിൽ ഹാജരായി. കൊടുങ്ങല്ലൂർ മേത്തലയിൽ ചായക്കട കുത്തി തുറന്ന് പണം കവർന്നു. ചിത്തിരവളവിൽ മണലിക്കാട്ടിൽ സുനിലിന്റെ ചായക്കടയിലാണ് മോഷണം നടന്നത്. കടയിൽ സൂക്ഷിച്ചിരുന്ന പെട്ടിയിലുണ്ടായിരുന്ന പണമാണ് നഷ്ടപ്പെട്ടത്. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് ഏരിയയിൽ നിന്നും 2 ഗ്രാം MDMA-യുമായി 2 യുവാക്കളെ തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം സ്വദേശി അനിൽ, ആലപ്പുഴ സ്വദേശി സിനാൻ എന്നിവരാണ് ഇന്ന് പുലർച്ചെ പിടിയിലായത്. ബാംഗ്ലൂരിൽ നിന്നും MDMA വാങ്ങി ട്രെയിനിൽ തൃശൂരിൽ ഇറങ്ങിയ സമയത്താണ് ഇവർ പിടിയിലായത്. ദേശമംഗലം പഞ്ചായത്ത് മെമ്പർ സ്ഥാനത്ത് നിന്നും തന്നെ അയോഗ്യനാക്കിയെന്ന വാർത്ത അടിസ്ഥാനരഹിതവും CPM നടത്തുന്ന രാഷ്ട്രീയ പകപോക്കലുമാണെന്ന് പഞ്ചായത്ത് 6-ാം വാർഡ് അംഗം PI ഷാനവാസ് പറഞ്ഞു. പഞ്ചായത്ത് സെക്രട്ടറി കത്ത് തന്ന് വിളിച്ച യോഗങ്ങളിൽ മുഴുവൻ പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണ് താനെന്നും ഷാനവാസ് പറഞ്ഞു. ഇന്ന് നടക്കേണ്ട യോഗത്തിലുള്ള നോട്ടീസും തനിക്ക് ലഭിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പകപോക്കലിനു വേണ്ടി പഞ്ചായത്ത് സെക്രട്ടറി ചാർജ് വഹിക്കുന്ന അസിസ്റ്റന്റ് സെക്രട്ടറി കത്ത് പുറത്തുവിട്ടിരിക്കുകയാണ്. ഈ ഉദ്യോഗസ്ഥനെതിരെ പരാതിയുമായി മുന്നോട്ടു പോകുമെന്നും ഷാനവാസ് മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രധാനപ്പെട്ടതല്ലാത്തൊരു കമ്പനിയിൽ പങ്കെടുക്കാതിരുന്നു. പക്ഷേ എത്രയോ യോഗങ്ങളിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ള കാരണം കാണിച്ച് സെക്രട്ടറിയുടെ ചാർജ് വഹിക്കുന്ന അസിസ്റ്റന്റ് സെക്രട്ടറി അദ്ദേഹം എന്നെ അയോഗ്യനാക്കിക്കൊണ്ട് ഒരു നോട്ടീസ് പുറത്തിറക്കുകയാണ്. ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ജനപ്രതിനിധി അയോഗ്യനാക്കേണ്ടതിന് ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ ഇലക്ഷൻ കമ്മീഷനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒക്കെ പുറത്തുവിട്ടിട്ടുണ്ട്, നമ്മുടെ ഭരണഘടനയും പറയുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഒരു സംവിധാനം തികച്ചും രാഷ്ട്രീയപരമായിട്ട് ആക്രമിക്കുന്ന ഉദ്ദേശത്തോടുകൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കേച്ചേരി, തൃശൂർ ടൗൺ, തൃശൂർ ഈസ്റ്റ്, ചേർപ്പ് മേഖലകളുടെ ആഭിമുഖ്യത്തിൽ ഗ്രോത്ത് ഗിൽഡ് 2025 ഏകദിന ക്യാമ്പ് തൃശൂർ പേൾ റീജൻസിയിൽ ആരംഭിച്ചു. COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് അധ്യക്ഷനായിരുന്നു.
COA ജില്ലാ സെക്രട്ടറി പി ആന്റണി, ജില്ലാ വൈസ് പ്രസിഡന്റ് ജോർജ് ലിയോ, ജോയിന്റ് സെക്രട്ടറി സന്തോഷ് ജോസ്, KCCL ഡയറക്ടർ VP ബിജു, COA സംസ്ഥാന കമ്മിറ്റി അംഗം ബൈജു ചിരിയങ്കണ്ടത്ത് എന്നിവർ സംസാരിച്ചു. വിവിധ വിഷയങ്ങളിൽ K സുഭാഷ് ബാബു, PP ഷബീർ അലി എന്നിവർ ക്ലാസുകളെടുത്തു. സേവിങ്സ് അക്കൗണ്ട് പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ മുഴുവൻ സമയ ഡയറക്ടറെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ട് വനം വകുപ്പ് മന്ത്രിക്കും റവന്യൂ മന്ത്രിക്കും ഫ്രണ്ട്സ് ഓഫ് സൂ സെക്രട്ടറി M പീതാംബരൻ വീണ്ടും കത്ത് നൽകി. സുവോളജിക്കൽ പാർക്കിൽ അടിയന്തരമായി സുരക്ഷാ ഓഡിറ്റിംഗും നിർമ്മാണ പ്രവർത്തനങ്ങളും സംബന്ധിച്ച് സൂക്ഷ്മതല പരിശോധന നടത്തണം. സുവോളജിക്കൽ പാർക്കിൽ കൂടുതൽ ആനിമൽ കീപ്പർമാരെ നിയമിക്കണമെന്നും ഇവർക്ക് ആവശ്യമായ പരിശീലനം നൽകണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടു. പ്രവർത്തനങ്ങളെക്കുറിച്ച് പരിശോധിക്കേണ്ടതായിട്ട് ഉണ്ട്. എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ തിരുത്താനായിട്ട് സാധിക്കും. അല്ലാതെ മൃഗങ്ങളെ കൊണ്ടുവന്ന് അവയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, അപകടങ്ങൾ ഒക്കെ വരുന്നത് ഒഴിവാക്കാനായിട്ട് ഇത്തരത്തിലുള്ള ഒരു പരിശോധനയും അതനുസരിച്ചുള്ള ക്രമീകരണങ്ങളും ആവശ്യമായിട്ട് വരികയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സുവോളജിക്കൽ പാർക്കിനെ സംബന്ധിച്ച് അടിയന്തരമായി ഒരു സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തേണ്ടതായിട്ടുണ്ട്. അത് അവിടെ കൊണ്ടുവരുന്ന ജീവികളുടെ സുരക്ഷ, അവിടെയുള്ള ജീവനക്കാരുടെ സുരക്ഷ, അവിടേക്ക് വരുന്ന ഉദ്യോഗസ്ഥരുടെയും കാണികളുടെയും ഒക്കെ സുരക്ഷ എത്രമാത്രം അവിടെ പാലിക്കപ്പെടുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു സുരക്ഷാ ഓഡിറ്റിംഗ്, അതിന് ആവശ്യമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഓഡിറ്റിംഗ് വിദഗ്ധരെ കൊണ്ട് നടത്തിക്കുന്ന ഒരു പ്രക്രിയയും അടിയന്തരമായിട്ട് വേണം. കുന്നംകുളത്ത് നടക്കുന്ന റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ പന്തൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. കുന്നംകുളം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പന്തൽ കാൽ നാട്ടുകർമ്മം കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ നിർവഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷബീർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ AK അജിതകുമാരി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഡിസംബർ 3, 5, 6, 7 തീയതികളിലാണ് കലോത്സവം. ലോക എയ്ഡ്സ് ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച തൃശൂരിൽ നടക്കുമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ തൃശൂരിൽ അറിയിച്ചു. അവകാശങ്ങളുടെ പാത തെരഞ്ഞെടുക്കുന്നു എന്ന എയ്ഡ്സ് ദിന സന്ദേശം മുൻനിർത്തി ഞായറാഴ്ച രാവിലെ വടക്കുനാഥ ക്ഷേത്ര മൈതാനിയിൽ നിന്നും തൃശൂർ ടൗൺ ഹാളിലേക്ക് ബോധവൽക്കരണ റാലി സംഘടിപ്പിക്കും. തുടർന്ന് നടക്കുന്ന സംസ്ഥാനതല ഉദ്ഘാടനം റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ നിർവഹിക്കും. ദിനാചരണത്തിന് മുന്നോടിയായി ശനിയാഴ്ച വൈകിട്ട് 5-ന് തെക്കേ ഗോപുരനടയിൽ ഫ്ളാഷ് മോബും 5:30-ന് ബോധവൽക്കരണ നാടൻ കലാപരിപാടികളും അരങ്ങേറും. തുടർന്ന് 6 മണിക്ക് നടക്കുന്ന ദീപം തെളിയിക്കൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി Dr. R. ബിന്ദു ഉദ്ഘാടനം ചെയ്യും. ജില്ലയിൽ ഈ വർഷം ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെ 92 എയ്ഡ്സ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2023-24 വർഷത്തിൽ പുതുതായി 148 കേസുകളും നിലവിൽ 2857 കേസുകളുമാണ് ജില്ലയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ DMO ഡോക്ടർ TP ശ്രീദേവി, സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റി പ്രോജക്ട് ഡയറക്ടർ Dr. R. ശ്രീലത, ജില്ലാ എയ്ഡ്സ് കൺട്രോൾ ഓഫീസർ Dr. അജയ് രാജ്, ജില്ലാ മീഡിയ ഓഫീസർ PA സന്തോഷ് കുമാർ, എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി ജോയിന്റ് ഡയറക്ടർ ലക്ഷ്മി മാധവൻ എന്നിവർ പങ്കെടുത്തു. കൊടകര പേരാമ്പ്ര പെട്രോൾ പമ്പിന് സമീപം ദേശീയപാതയിൽ കണ്ടെയ്നർ ലോറിക്ക് പുറകിൽ കാർ ഇടിച്ചു കയറി കാർ ഡ്രൈവർക്ക് ഗുരുതര പരിക്കേറ്റു. പാലക്കാട് മങ്കര ചേപ്പറമ്പിൽ വിഷ്ണുദാസിനാണ് പരിക്കേറ്റത്. ഇയാളെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാത്രിയായിരുന്നു അപകടം. തകർന്ന കാറിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ ചാലക്കുടിയിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേനയും കൊടകര പോലീസും ചേർന്ന് കാർ വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. തൃശൂർ നഗരത്തിൽ കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടു. പീച്ചി പട്ടിലാംകുഴിയിൽ തൃശൂർ നഗരത്തിലേക്കുള്ള പൈപ്പ് ലൈൻ പൊട്ടിയതിനെ തുടർന്നാണ് കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടത്. പൈപ്പ് ലൈനിലെ തകരാറ് പരിഹരിക്കാൻ പീച്ചിയിലെ 20 MLD പ്ലാന്റ് അടച്ചു. തകരാർ പരിഹരിച്ച ശേഷം കുടിവെള്ള വിതരണം വൈകിട്ട് പുനഃസ്ഥാപിക്കും.
ഗ്രാമീണ കൂട്ടായ്മയായ നിറച്ചാർത്ത് നിഫെസ്റ്റ് ദേശീയ കലാ ക്യാമ്പും ഗ്രാമീണ കലോത്സവവും ഡിസംബർ 4 മുതൽ 8 വരെ വടക്കാഞ്ചേരിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സുജിത് SN ക്യൂറേറ്റ് ചെയ്യുന്ന ഈ വർഷത്തെ ദേശീയ കലാ ക്യാമ്പിൽ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയരായ TV സന്തോഷ്, പ്രശാന്ത് സാഹു, ഗായത്രി ഗാമസ്, സജിത R ശങ്കർ എന്നിവരുൾപ്പെടെ 19 ചിത്രകാരാണ് പങ്കെടുക്കുന്നത്. ഡിസംബർ 4 ആരംഭിക്കുന്ന ക്യാമ്പിൽ അംഗങ്ങളുടെ സ്ലൈഡ് ഷോ അവതരണങ്ങൾ നടക്കും. അഹമ്മദ് സിജത്ല, സന സദൻ, സിന്ധു ലക്ഷ്മി, വിനോദ് കൊച്ചുട്ടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മണ്ഡലകാലത്തെ അയ്യപ്പൻ വിളക്കുകളിൽ കൗതുക കാഴ്ചയായി പെൺ സാന്നിധ്യവും. തൃക്കൂർ സ്വദേശിനി സംഗീത ശിവശങ്കരനാണ് അയ്യപ്പൻ വിളക്കുകളിൽ നിറസാന്നിധ്യമായി മാറുന്നത്. മണ്ഡലകാലമായ വൃശ്ചിക മാസത്തിൽ അയ്യപ്പൻ വിളക്കുകൾ നിരവധി നടക്കാറുണ്ടെങ്കിലും ശാസ്താംപാട്ടിൽ പെൺസാന്നിധ്യം അപൂർവമാണ്. ഉടുക്ക് താളത്തിൽ കൊട്ടി ഈണത്തിൽ ശാസ്താംപാട്ട് പാടി പുരുഷ കലാകാരന്മാർക്കൊപ്പം അയ്യപ്പൻ വിളക്കുകളിൽ പെൺപെരുമ അറിയിക്കുകയാണ് തൃക്കൂർ സ്വദേശിനി കരുമത്തിൽ സംഗീത ശിവശങ്കരൻ. തൃക്കൂർ സ്വദേശിയും ശാസ്താംപാട്ട് കലാകാരനുമായിരുന്ന രാമനായരാണ് എൻ്റെ അച്ഛൻ. അച്ഛനാണ് ശാസ്താംപാട്ട് കലയിലെ എൻ്റെ ഗുരു. അച്ഛൻ്റെ വിളക്ക് സംഘം വീട്ടിൽ വന്ന് പരിശീലനം നടത്തുക പതിവായിരുന്നു. അക്കൂട്ടത്തിൽ അച്ഛൻ എന്നെയും പിടിച്ച് ഇരുത്തുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ശാസ്താംപാട്ട് കലയിലേക്ക് പ്രവേശിക്കുന്നത്. പിന്നീട് തൃക്കൂർ ദേശവിളക്കനാണ് ഞാൻ ആദ്യമായി ശാസ്താംപാട്ട് അച്ഛൻ്റെ ഒപ്പം പാടുന്നത്. നൃത്തവും കർണാടക സംഗീതവും സോപാന സംഗീതവുമെല്ലാം അഭ്യസിച്ചിട്ടുള്ള സംഗീത ഉടുക്കിൽ പാണ്ടിമേളം കൊട്ടിയും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. TC വിനോസ്, തൃശൂർ. ജില്ലാ പഞ്ചായത്ത് സമേതത്തിന്റെ നേതൃത്വത്തിൽ രാമവർമ്മപുരം വിജ്ഞാൻ സാഗർ സയൻസ് ആൻഡ് ടെക്നോളജി പാർക്കിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ശാസ്ത്ര ചലച്ചിത്രോത്സവത്തിന് തുടക്കമായി. 2 ദിവസങ്ങളിലായി നടക്കുന്ന ചലച്ചിത്രമേള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. വിനോദ് മങ്കരയുടെ യാനം ഉദ്ഘാടന ചിത്രമായി പ്രദർശിപ്പിച്ചു. കുന്നംകുളം ബഥനി കോൺവെന്റ് സ്കൂൾ, കൊരട്ടി LF കോൺവെന്റ് സ്കൂൾ, പാവറട്ടി CKC സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങൾ, 7 ഹ്രസ്വചിത്രങ്ങൾ, ജോൺ ഫോബ്സ്, സ്റ്റീഫൻ ഹോക്കിങ്സ് തുടങ്ങിയ ശാസ്ത്രജ്ഞരുടെ ബയോപിക്കുകൾ, ഡേവിഡ് ആറ്റൻബറോയുടെ റിട്രോസ്പെക്റ്റീവ്, ഇന്ത്യൻ ഡോക്യുമെന്ററികൾ, ഇംഗ്ലീഷ് ഫിക്ഷൻ തുടങ്ങിയ കാറ്റഗറികളിലായി 30ഓളം സിനിമകൾ പ്രദർശിപ്പിക്കും. കുട്ടികൾക്കായി മാത്സ് ക്വിസ് മത്സരങ്ങൾ, പ്രഭാഷണങ്ങൾ, റോബോട്ടിക് വർക്ക്ഷോപ്പ്, ഓപ്പൺ ഫോറം തുടങ്ങിയവയും ചലച്ചിത്രമേളയുടെ ഭാഗമായി നടക്കും. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് തൃശൂർ, കൈറ്റ്സ്, വിക്ടേഴ്സ്, ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, ഭൗമം എന്നിവയുടെ സഹകരണത്തോടെയാണ് ചലച്ചിത്രമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. അന്വേഷണ മികവിനുള്ള വിജിലൻസ് ബാഡ്ജ് ഓഫ് ഓണർ പുരസ്കാരം സമ്മാനിച്ചു. തൃശൂർ വിജിലൻസ് ഓഫീസിലെ സിവിൽ പോലീസ് ഓഫീസർമാരായ KV വിബീഷ്, PT അരുൺ എന്നിവർ മുഖ്യമന്ത്രിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി. വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത പ്രശംസാപത്രം സമ്മാനിച്ചു. ജപ്പാൻ കരാട്ടെ ഷോട്ടോ ഫെഡറേഷന്റെ അന്താരാഷ്ട്ര സെമിനാറിനും JKS ഇന്ത്യ ഇന്റർനാഷണൽ 2ാം ചാമ്പ്യൻഷിപ്പിനും തൃശൂരിൽ തുടക്കമായി. VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ P ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. R മൈക്കിൾ അധ്യക്ഷത വഹിച്ചു. JKS വേൾഡ് ചീഫ് ഇൻസ്ട്രക്ടർ ഷുസക്കി ഷിഹാൻ മസാദ് കഗാവ മുഖ്യാതിഥിയായി. തൃശൂർ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ, സ്റ്റീഫ് റോയ്, NK രവീന്ദ്രനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. 2 ദിവസങ്ങളിലായി നടക്കുന്ന സെമിനാറിലും ചാമ്പ്യൻഷിപ്പിലും രാജ്യത്തിനകത്തു നിന്നും പുറത്തുനിന്നുമായി 500-ലേറെ മത്സരാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട്.
പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ മതബോധ പ്രസ്ഥാനമായ മാർ അപ്രേം സൺഡേ സ്കൂൾ ഡേ ഞായറാഴ്ച വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് കിഴക്കേക്കോട്ട മാർ യോഹന്നാൻ മന്ദാന പള്ളിയിൽ നിന്നും സൺഡേ ഡേ സ്കൂൾ ശാഖകളെ അണിനിരത്തിക്കൊണ്ട് വർണ്ണാഭമായ ഘോഷയാത്ര മെത്രാപ്പൊലിത്തൻ അരമനയിലേക്ക് സംഘടിപ്പിക്കും. തുടർന്ന് വൈകിട്ട് 6-ന് നടക്കുന്ന പൊതുസമ്മേളനം തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി ഫാദർ ടിൻറ്റോ കെ തിമോത്തി, അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി റിൻഡോ ജോസ്, ട്രഷറർ ജിബി ഫ്രാൻസിസ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ OT ഫ്രാൻസി, നിജോ പി, രാജു എന്നിവർ പങ്കെടുത്തു. KSRTC ബസ്സിൽ കല്ലൂർ ആലങ്ങാട് കതിർ സൗഹൃദ സംഘം വനയാത്ര നടത്തി. പുതുക്കാട് ഡിപ്പോയിൽ നിന്നുള്ള KSRTC ബഡ്ജറ്റ് ടൂറിസം സെല്ലിന്റെ നവംബർ മാസ യാത്രയിലാണ് കതിർ സൗഹൃദ സംഘത്തിലെ 51 പേർ ജംഗിൾ സവാരി നടത്തിയത്. തട്ടേക്കാട് പക്ഷിസങ്കേതം, മാങ്കുളം, ആനക്കുളം, മാമലക്കണ്ടം വഴി ബ്രിട്ടീഷുകാർ നിർമ്മിച്ച വനപാതയിലൂടെ പഴയ മൂന്നാർ ടൗൺ വരെയായിരുന്നു യാത്ര. BTC ജില്ലാ കോർഡിനേറ്റർ ഉണ്ണികൃഷ്ണൻ, അൻസാർ, കിഷോർ കുമാർ, സോജൻ ആന്റണി, സൗഹൃദ സംഘം പ്രസിഡന്റ് പോൾ മാളിയേക്കൽ, സെക്രട്ടറി ഷാജൻ ആലങ്ങോട്ടുകാരൻ, ബെന്നി പീടികമലയിൽ എന്നിവർ നേതൃത്വം നൽകി. പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് 12ാമത് സദ്ഗുരു ദക്ഷിണാമൂർത്തി അന്താരാഷ്ട്ര സംഗീത നൃത്തോത്സവത്തിന് നാളെ തുടക്കമാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ശനിയാഴ്ച ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണിസ്വാമികൾ നെയ്ത്തിരി ദീപം സംഗീത മണ്ഡപത്തിലെ നിലവിളക്കിൽ തെളിയിച്ചുകൊണ്ട് സംഗീത മാമാങ്കത്തിന് തുടക്കം കുറിക്കും. ഡിസംബർ 29 വരെ 30 ദിവസം നീണ്ടു നിൽക്കുന്ന സംഗീത നൃത്തോത്സവത്തിൽ കേരളത്തിനകത്തും പുറത്തും വിദേശത്തു നിന്നുമുള്ള നിരവധി പ്രമുഖർ പങ്കെടുക്കും. സമാപന ദിവസമായ ഡിസംബർ 29-ന് കേരളത്തിനകത്തും പുറത്തു നിന്നുമുള്ള സംഗീത വിദ്വാൻമാർ പങ്കെടുക്കുന്ന ത്യാഗരാജ പഞ്ചരത്ന കീർത്തന ആലാപനത്തോടെ സംഗീത നൃത്തോത്സവത്തിന് സമാപനമാകും. വാർത്താ സമ്മേളനത്തിൽ ദേവസ്ഥാനം കലാപീഠം പ്രിൻസിപ്പൽ ഡോക്ടർ പൂർണ്ണത്രയി, ദേവസ്ഥാനം അഡ്വക്കേറ്റ് ശ്രീരാഗ്, മധുരകാരയിൽ എന്നിവർ പങ്കെടുത്തു. പരിമിതികളെ തോൽപ്പിച്ചും രോഗങ്ങളെ അതിജീവിച്ചും ശരീര സൗന്ദര്യ മത്സരത്തിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് പ്രചോദനമാകുകയാണ് കല്ലൂർ സ്വദേശി ജെറി. കല്ലൂർ മാവിൻ ചുവട് പനിക്കുളം വീട്ടിൽ 38 വയസ്സുള്ള ജെറിനാണ് പങ്കെടുത്ത ബോഡി ബിൽഡിംഗ് മത്സരങ്ങളിലെല്ലാം മികച്ച വിജയം സ്വന്തമാക്കിയത്. 2.5 വയസ്സിലുണ്ടായ ബസ് അപകടത്തിൽ ഇടതുകാലിന് സ്വാധീനക്കുറവുണ്ടായ ജെറിൻ അംഗപരിമിതരുടെ ബോഡി ബിൽഡിംഗ് മത്സരത്തിലാണ് മികച്ച വിജയം നേടിയത്. മിസ്റ്റർ തൃശൂർ, മിസ്റ്റർ തമിഴ്നാട്, മിസ്റ്റർ കേരള മത്സരത്തിൽ 5ാം സ്ഥാനം എന്നിങ്ങനെ നീളുന്നു ജെറിന്റെ കഠിന പ്രയത്നത്തിന് ലഭിച്ച അംഗീകാരങ്ങൾ. ഇതെല്ലാം നേടിയെടുക്കാനായത് വെറും 2 വർഷത്തെ ആരോഗ്യ പരിപാലന രീതി കൊണ്ടാണ്. അമിതവണ്ണവും ജീവിതശൈലീ രോഗങ്ങളും മൂലം കുറേ വർഷം മരുന്നുകളിലായിരുന്നു ജെറിന്റെ ജീവിതം. ഒരു ദിവസം 30 ഗുളികകൾ വരെ കഴിക്കേണ്ടി വന്നു. ഇതിന് കണ്ടെത്തിയ പോംവഴിയായിരുന്നു ബോഡി ബിൽഡിംഗ്. കൊറോണ കാലത്തായിരുന്നു ബോഡി ബിൽഡിംഗ് രംഗത്തേക്കുള്ള ജെറിന്റെ പ്രവേശം. മണ്ണമ്പേട്ടയിലെ ഫിറ്റ്നസ് സെന്ററിലായിരുന്നു തുടക്കം. ചിട്ടയായ പരിശീലനവും ഭക്ഷണ ക്രമീകരണവും നടത്തി. കുറഞ്ഞ നാളുകൾക്കുള്ളിൽ ഗുളികകളിൽ നിന്നും മുക്തി നേടി. പിന്നീടുള്ള 2 വർഷമാണ് ജെറിന്റെ ജീവിതത്തിൽ നിർണായകമായത്. സാമ്പത്തിക ചിലവ് ഏറെയുള്ള ഈ രംഗത്ത് സുഹൃത്തുക്കളുടെ പിന്തുണയോടെയാണ് ബോഡി ബിൽഡിംഗ് മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞതെന്ന് ജെറിൻ പറയുന്നു. പരിമിതികളിൽ ഒതുങ്ങിക്കൂടാതെ തൻ്റേതായ കഴിവുകൾ പുറത്തു കൊണ്ടുവരാൻ പരിശ്രമം നടത്തി ജീവിത വിജയം നേടണമെന്നാണ് ജെറിന്റെ അഭിപ്രായം. ഗ്രാഫിക്സ് ഡിസൈനറായ ജെറിൻ സ്റ്റേജ് ഷോകളിൽ ഗായകനായും മിമിക്രി ആർട്ടിസ്റ്റായും പങ്കെടുക്കാറുണ്ട്. TCV പുതുക്കാട്. പാലിയേറ്റീവ് വളണ്ടിയേഴ്സ് ട്രെയിനിങ്ങിന്റെ ഭാഗമായി അമ്പലപ്പാറയിൽ പരിശീലന പരിപാടി നടത്തി. അമ്പലപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ M. അനുപമ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാധാകൃഷ്ണൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ K. സുധി, പാലിയേറ്റീവ് നഴ്സ് പങ്കജം എന്നിവർ സംസാരിച്ചു. തൃശൂർ വെസ്റ്റ് ഉപജില്ലാ കലോത്സവത്തിൽ 2ാം സ്ഥാനം നേടിയ പഴമുക്ക് ഗവൺമെന്റ് LP സ്കൂളിൽ വിജയോത്സവം നടത്തി. കൈപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷാദേവി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർപേഴ്സൺ അജിത ഉമേഷ് അധ്യക്ഷത വഹിച്ചു. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ, വാർഡ് അംഗങ്ങളായ ദീപക്, മേരി പോൾസൺ, PTA പ്രസിഡന്റ് ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു.
വിദ്യാർത്ഥികൾക്ക് നാട്ടറിവുകൾ, നൂതന കൃഷിരീതികൾ എന്നിവ പഠിപ്പിക്കുന്നതിനു വേണ്ടി തളിക്കുളം AMUP സ്കൂളിൽ കാർഷിക ക്ലബ്ബ് ഒരുങ്ങി. ഇതിനായി സ്കൂൾ കോമ്പൗണ്ടിൽ 10 സെന്റ് സ്ഥലത്ത് 45 കാർഷിക ക്ലബ്ബ് അംഗങ്ങൾ കൃഷിക്ക് തുടക്കം കുറിച്ചു. PTA പ്രസിഡന്റ് സുകന്യ ഉവീഷ് അധ്യക്ഷത വഹിച്ചു. തളിക്കുളം കൃഷി ഓഫീസർ TR അഞ്ജന, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ജിഷ വാടാനപ്പള്ളി, തളിക്കുളം പഞ്ചായത്തുകളിലെ കർഷക അവാർഡ് ജേതാക്കൾ, തൃശൂർ മാനേജർ KV സിജിത്ത്, കാർഷിക ക്ലബ്ബ് കൺവീനർ ഷിൻസി തുടങ്ങിയവർ സംസാരിച്ചു. മുല്ലശ്ശേരി, മധുക്കര, വടക്കേ കോൾപ്പാടത്ത് ആത്മ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ ഡ്രോൺ ഉപയോഗിച്ച് വളപ്രയോഗത്തിന്റെ പ്രദർശനം നടത്തി. കറുത്തേടത്ത് അശോകന്റെ കൃഷിയിടത്തിലാണ് ഡ്രോൺ ഉപയോഗിച്ച് പരീക്ഷണാടിസ്ഥാനത്തിൽ വളപ്രയോഗം നടത്തിയത്. പ്രദർശനം ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ EV പ്രഭീഷ് ഉദ്ഘാടനം ചെയ്തു. കോൾപ്പടവ് സെക്രട്ടറി ED സണ്ണി അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി ജയരാജൻ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ PP ദിവ്യ എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ നൽകുന്നതിനായി ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇസ്ഹാഖ് പുഴങ്കരയിലത്ത് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി CM ഗിരീഷ് മോഹൻ, പഞ്ചായത്ത് അംഗങ്ങളായ ജിനൂബ്, അബ്ദുറഹ്മാൻ, MS സുജിത് എന്നിവർ സംസാരിച്ചു. ജീവിത നിലവാരം ഉയർത്താനായിട്ടുള്ള ഉപകരണങ്ങൾ പല കുഞ്ഞുങ്ങളിവിടെയുണ്ട്, മുതിർന്നവരിവിടെയുണ്ട്. അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഉപകരണം കൊണ്ട് കുറച്ചുകൂടി മെച്ചപ്പെട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. വീടിനകത്താണെങ്കിലും ഒരു പാരന്റ് ഷെയർ ചെയ്ത് ഫുൾ കിടപ്പാണ്. എടത്തിരുത്തി പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷിഭവൻ മുഖേന കൗങ്ങിൻ തൈ വിതരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗം PH ബാബു, കൃഷി ഓഫീസർ ഡോക്ടർ PC സജന, കൃഷി അസിസ്റ്റന്റ്മാരായ വിപിൻ കുമാർ, VC സിജി, M വിനീത തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കയ്പമംഗലം പഞ്ചായത്തിൽ കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഹാളിൽ നടന്ന ഹരിതസഭ പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദേവിക ദാസൻ, പഞ്ചായത്ത് സെക്രട്ടറി CM ഗിരീഷ് മോഹൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഭരണസമിതി അംഗങ്ങളും ഉൾപ്പെടെ 250-ലധികം പേർ ഹരിതസഭയിൽ പങ്കെടുത്തു. ദേവമാത CMI ഇന്റർനാഷണൽ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ലോക ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് ഡിസംബർ 2-ന് സ്നേഹസംഗമം സംഘടിപ്പിക്കുമെന്ന് തൃശൂർ സ്കൂൾ അധികൃതർ അറിയിച്ചു. തങ്ങാലൂർ ദേവമാത CMI ഇന്റർനാഷണൽ സ്കൂളിൽ വിളംബര ജാഥ, ഫ്ലാഷ് മോബ്, പൊതുസമ്മേളനം, സ്നേഹവിരുന്ന്, വിവിധ മത്സരങ്ങൾ എന്നിവ നടക്കും. സ്നേഹസംഗമം സംഗീത സംവിധായകൻ ഔസേ പച്ചൻ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സിൻഡോ നങ്ങിണി, PWA വൈസ് പ്രസിഡന്റ് ജെയിംസ് നീലങ്കാവിൽ, കോർഡിനേറ്റർ CV റീന എന്നിവർ പങ്കെടുത്തു. കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം നാളെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ശനിയാഴ്ച രാവിലെ മുതൽ കാളത്തോട് മഹല്ല് ഹാളിൽ ആരംഭിക്കുന്ന സമ്മേളനം ഉച്ചയ്ക്ക് 12-ന് റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി ജിജോ ജോസ്, ജില്ലാ പ്രസിഡന്റ് ബാബു ചീരാച്ചി, ജില്ലാ സെക്രട്ടറി ബിജു മേപ്പുള്ളി, ജില്ലാ ട്രഷറർ KP അനീഷ് എന്നിവർ പങ്കെടുത്തു. മുല്ലശ്ശേരി പഞ്ചായത്തിൽ കന്നുകുട്ടികൾക്ക് കാലിത്തീറ്റ നൽകുന്ന ഗോവർധിനി പദ്ധതിക്ക് തുടക്കമായി. 6 മാസം മുതൽ പ്രായമുള്ള 25 കന്നുകുട്ടികൾക്ക് 18 മാസക്കാലം 60 കിലോ വരെ കാലിത്തീറ്റ നൽകുന്നതാണ് ഗോവർധിനി പദ്ധതി. മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി ജയരാജൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. അന്നകര ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ നടന്ന ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. വെറ്റിനറി ഡോക്ടർ അനീഷ് കുമാർ, ഇംപ്ലിമെന്റ് ഓഫീസർ ഡോക്ടർ ഫാത്തിമ, സംഘം പ്രസിഡന്റ് രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര കുന്നത്രിക്കോവിൽ ക്ഷേത്രത്തിൽ ഷഷ്ടി ആഘോഷത്തിനായി ഷഷ്ടി കോർഡിനേറ്റർ കമ്മിറ്റിയും പൂനിലാർക്കാവ് ദേവസ്വവും ചേർന്ന് ഉയർത്തുന്ന അലങ്കാര പന്തലിന് കാൽനാട്ടി. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PR പ്രസാദൻ, പൂനിലാർക്കാവ് ദേവസ്വം ഭാരവാഹികളായ D നിർമ്മൽ, രവീന്ദ്രൻ ഇളയത്ത്,
കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ എറവ് യൂണിറ്റ് സമ്മേളനം അരിമ്പൂരിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ജലജ അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ജിതു സുന്ദരൻ അധ്യക്ഷനായി. യൂണിറ്റ് സെക്രട്ടറി വി ജിഷ, അലൈവ് ഈനാശു, കെ ജോയ്, ദിവ്യ രാഗേഷ് തുടങ്ങിയവർ സംസാരിച്ചു. മുല്ലശ്ശേരി പഞ്ചായത്തിലെ പേനകം എലവത്തൂർ റോഡിൽ സ്ഥാപിച്ച ഓപ്പൺ ജിം പൊതുജനങ്ങൾക്ക് തുറന്നു നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി ജയരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ആലി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീദേവി ഡേവിസ്, മിനി മോഹൻദാസ്, സുനീതി അരുൺകുമാർ, അനിത ഗിരിജകുമാർ എന്നിവർ സംസാരിച്ചു. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഓപ്പൺ ജിം ഉപകരണങ്ങൾ സ്ഥാപിച്ചത്. ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന പള്ളിയിലെ അമ്പ് തിരുനാളിനോടനുബന്ധിച്ച് മെർച്ചന്റ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ടൗൺ അമ്പിന്റെ സ്വാഗത സംഘം ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം നിർവഹിച്ചു. അസോസിയേഷന്റെ നിരവധി ജീവകാരുണ്യ നിധി സമർപ്പണവും അദ്ദേഹം നിർവഹിച്ചു. പ്രസിഡന്റ് ജോയ് മൂത്തേടൻ അധ്യക്ഷനായി. ചാലക്കുടി നഗരസഭാ ചെയർമാൻ എബി ജോർജ്, ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷ്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് CS സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉപഹാരങ്ങൾ സമ്മാനിച്ചു. വാർഡ് കൌൺസിലർ ജ്യോതി രവീന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ P സീന, പ്രധാനാധ്യാപിക CP ലിജ, TS ഷെനിൽ, MS പരമേശ്വരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7140 രൂപ, പവന് 57,120 രൂപ, വെള്ളി ഗ്രാമിന് 97 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3179 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടകര കുഴൽപ്പണക്കേസിൽ തുടരന്വേഷണത്തിന് കോടതി അനുമതി. 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കണമെന്ന് ഇരിങ്ങാലക്കുട അഡീഷണൽ സെഷൻസ് കോടതി. അന്വേഷണം തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ വെളിപ്പെടുത്തലിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് തിരൂർ സതീഷ്. തൃശൂർ പൂരം സംബന്ധിച്ച ആശങ്കകൾ പരിഹരിക്കുന്നതിനായി കോർപ്പറേഷൻ പ്രത്യേക കൌൺസിൽ യോഗം വിളിക്കണമെന്ന് കോൺഗ്രസും BJPയും. അടിയന്തരമായി പ്രത്യേക കൌൺസിൽ യോഗം വിളിച്ചു ചേർക്കുമെന്ന് മേയർ MK വർഗീസ്. കടങ്ങോട് പാറപ്പുറത്ത് പേപ്പട്ടിയുടെ ആക്രമണം. ആക്രമിക്കാൻ ശ്രമിച്ച പേപ്പട്ടിയുടെ മുന്നിൽ നിന്നും വിദ്യാർത്ഥിനി ഓടി രക്ഷപ്പെട്ടു. ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ തദ്ദേശ തെരഞ്ഞെടുപ്പിനൊരുങ്ങി മുന്നണികൾ. വാർഡ് വിഭജനം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന ആരോപണവുമായി കോൺഗ്രസ്. ജില്ലയിൽ കടന്നൽ കുത്തേൽക്കുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്നു. കടന്നൽ ആക്രമണത്തിനിരയാവുന്നവരിൽ അധികവും കർഷകരും തൊഴിലുറപ്പ് തൊഴിലാളികളും. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിന് താഴെ സൗന്ദര്യവൽക്കരണം നടത്തുമെന്ന പ്രഖ്യാപനം പാഴ്വാക്കായി. മേൽപ്പാലത്തിന് കീഴെ താവളമാക്കി നാടോടികൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.